ബജറ്റ് സമ്മേളനം, അതുമായി ബന്ധപ്പെട്ട ബജറ്റ് അവതരിപ്പിച്ചു, തുടർന്നുള്ള ചർച്ചകൾ ഇതൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഗുരുതരമായൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രിയെ കായികമായി തടയാനുള്ളൊരു തീരുമാനമെടുത്തിരുന്നു പ്രതിപക്ഷം എടുത്തിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവരത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വിടുന്നു, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നോ ഈ പ്രതിപക്ഷത്തിന്? അങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ റിഹേഴ്സൽ വരെ അവർ നടത്തിയിരുന്നു. പ്രധാനമന്ത്രി ഇല്ലാത്തപ്പോൾ ഒരു 6-8 സ്ത്രീകൾ അവിടെ പോയി റിഹേഴ്സൽ നടത്തി. പാർലമെൻറ്റ് നടക്കുമ്പോൾ തന്നെയാണ് അവരവിടെ പോയി. കയ്യിലൊരു ബാനറും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 8 പേരെങ്കിലും 2 ബാനറുമായിട്ട് പ്രധാനമന്ത്രി ഇരിക്കുന്നിടത്തേക്ക് പോവുക. ബാനർ എന്ന് പറഞ്ഞാൽ സാധാരണ ബാനറല്ല, നമ്മുടെ ഒരു ബെഡ്ഷീറ്റിൻ്റെ വലിപ്പമുള്ള ബാനർ. അതിൽ എന്താ മോദി ഗോ ബാക്ക് എന്ന് സംതിങ് എഴുതുക, അങ്ങനെ പിടിക്കും. ഇത് ഈ ബെഡ്ഷീറ്റ് പോലെയുള്ള സാധനം പിടിച്ചു കഴിയുമ്പോൾ അതിനപ്പുറത്ത് എന്താ നടക്കുന്നത് CCTV ക്യാമറയിൽ പോലും പതിയില്ല. 8 പേരുള്ളപ്പോൾ 4 പേര് ഒരു ഷീറ്റ് പിടിക്കും, 4 പേര് മറ്റേ ഷീറ്റ് പിടിക്കും. ഈ 2 ഷീറ്റുകളുടെ ഇടയ്ക്കായിരിക്കും പ്രധാനമന്ത്രിയെ ട്രാപ്പ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ബ്ലൗസ് കീറുക, പിടിക്കുക, സാരി അഴിയുക, ഇതെല്ലാം കൂടെ നരേന്ദ്രമോദിയുടെ തലയിൽ വെച്ചിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത് പ്രചരിപ്പിക്കുക. സത്യാവസ്ഥ എന്താണെന്ന് CCTV ഇല്ല, ഒന്നുമില്ല. ഈ സ്ത്രീകൾ പറഞ്ഞ് എൻ്റെ ബ്ലൗസ് കീറി എന്നൊക്കെ പറഞ്ഞു. ഷോ, ഇതായിരുന്നു പ്ലാൻ. ഇതിന് ഒരു മറുമരുന്ന് ആലോചിക്കാൻ സമയമില്ല. 5 മണിക്ക് പ്രധാനമന്ത്രി മറുപടി പറയും എന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് സ്പീക്കർ പറഞ്ഞത്, പ്രധാനമന്ത്രി മറുപടി പറയണ്ട, രാജ്യസഭയിൽ പറഞ്ഞാൽ മതി. ഫോർമാലിറ്റിയാണല്ലോ മറുപടി പറയുക എന്നുള്ളത്. മാത്രമല്ല, ജോയിൻറ്റ് പാർലമെൻറ്റ് സമ്മേളനത്തിലാണ് ദ്രൗപദി മുർമു ഈ നയപ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ അതിന് മറുപടി രാജ്യസഭയിലോ ലോക്സഭയിലോ പറയാം. ദാറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. ആ ന്യായം വെച്ച് ലോക്സഭയിൽ വേണ്ടെന്ന് വെച്ചു. അത് വളരെ മോശമായ കാര്യം. പക്ഷേ അതിലും ഒരു ആശ്വാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്പീക്കർക്ക് ഈ വിവരം കൊടുത്തത് കോൺഗ്രസ്സിലെ സ്ത്രീ MLA-മാരിൽ ആരോ ആണ്. 3 പേരുണ്ട്. 3 പേരിൽ ഒരാളായിരിക്കും, അല്ലെങ്കിൽ 3 പേരും ചേർന്നായിരിക്കും സ്പീക്കർക്ക് ഇത് അറിയിപ്പ് കൊടുത്തത്, ഇങ്ങനെ ഒരു പ്ലാനുണ്ട്. കാരണം ഇവരോട് ഇത് ചെയ്യണം എന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. 2 പേര് പച്ചയ്ക്ക് പറഞ്ഞു, പോക്കൃത്തനാണ്, അത്രയും ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല, മൊത്തം രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നു. നമ്മൾ ചരിത്രത്തിൽ നമ്മളെ കരി കൊണ്ടായിരിക്കും വരയ്ക്കുന്നത് ഈ പ്രവൃത്തി ചെയ്യുന്നവർ. ഒരു സ്ത്രീ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പ്രിയങ്ക വന്നാൽ ഞാനും വരാം. പ്രിയങ്ക പറഞ്ഞു, ഞാനൊന്നും വരുന്നില്ല, എന്നാൽ ഞാനുമില്ല. ഈ 3 സ്ത്രീകളിൽ ഞാൻ പറഞ്ഞില്ല, ആരോ ഒരാൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ 3 പേര് സ്പീക്കറെ അറിയിച്ചു, സാറേ ഇന്നമാതിരിയാണ് പ്രശ്നം, എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. സ്പീക്കർക്ക് ആ സമയത്ത് ഈ ഒരു തീരുമാനമല്ലാതെ എടുക്കാനില്ല. കാരണം സമയമായില്ല, അപ്പോഴത്തേക്ക് 4:52 അങ്ങനെ മറ്റോ ആയി. അപ്പോൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ലോക്സഭയിൽ പോകണ്ടെന്ന്. അത്യപൂർവമായ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ സഭാനാഥൻ, സഭാ നേതാവ് എന്നൊക്കെയാണ് പ്രധാനമന്ത്രിയെ വിളിക്കുന്നത്. സാധാരണ ഇതിൽ പ്രധാനമന്ത്രി എണീറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിയ്ക്കും, അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്, അതിന് പ്രസിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന്. ഇപ്പോൾ ഇവിടെ അസംബ്ലിയിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ പിണറായി വിജയൻ എണീറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ഇരിക്കും, പിണറായി വിജയൻ പറയാനുള്ളത് പറയും. അതുകൊണ്ടാണ് സഭാ നേതാവ് എന്ന് പറയുന്നത്. സഭ ഒന്നായിട്ടാണ് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓപ്പോസിഷൻ എന്ന് പറഞ്ഞ ആൾക്കാരെ മാറ്റിയിരുത്തുന്ന ഏർപ്പാട് ഭരണഘടനയിലില്ല. ഈ സഭയെല്ലാം കൂടെ ചേർന്നിട്ട് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുകയാണ്, അത് പ്രധാനമന്ത്രി. അദ്ദേഹം പ്രധാനമന്ത്രിയാകും. ബാക്കിയൊക്കെ ഇവർ പാർലമെൻറ്റിന് പുറത്ത് പാർട്ടിക്കുള്ളിൽ നടത്തുന്ന കാര്യങ്ങളാണ്. ബട്ട് ഭരണഘടന നോക്കുമ്പോൾ ജനപ്രതിനിധികൾ കൂടിയിട്ട് അവരുടെ നേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, മന്ത്രിമാരെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് സംഗതി ജോർ. ഇങ്ങനെയാണ് ഭരണഘടന ഇതിനെ കാണുന്നത്. അപ്പോൾ അതിൽ ഇത്രയും ചെയ്തുകൂടാത്ത ഹീനമായ ഒരു പ്ലാനിങ് നടത്തി എന്നുള്ളത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായിരിക്കും. നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയില്ല.
അദ്ദേഹത്തെ നയിക്കുന്നത് ഇപ്പോൾ ആരോ ഫോറിനിലിരുന്ന് ആരോ ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് പോകുന്നതൊക്കെ. അല്ലെങ്കിൽ റേസ് ചെയ്ത ഇഷ്യൂസ് എവിടെ പോയി? വോട്ട് ചോരി. ഇപ്പോൾ എവിടെ പോയി വോട്ട് ചോരി? എന്തൊരു ബഹളമായിരുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപി വോട്ട് ചോരി നടത്തി വലിയ ബഹളമല്ലേ. ഇപ്പോൾ എവിടെ പോയി? TN പ്രതാപനില്ല, VS സുനിൽകുമാറില്ല, സുരേഷ് ഗോപി പണ്ടേ ഇല്ല, B ഗോപാലകൃഷ്ണനില്ല. B ഗോപാലകൃഷ്ണൻ ഒരു അഖിലേന്ത്യാ പ്രശസ്തി കിട്ടി. എനിക്കതിൽ വലിയ സന്തോഷം തോന്നി. ഞാൻ ഗോപാലകൃഷ്ണനെ വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്ത് കൊള്ളാമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഡാൻസും ഉണ്ടായിരുന്നു. ഡാൻസും വൈറലായി. ഡാൻസ് വൈറലായിരിക്കട്ടെ, അത് നമ്മുടെ ഇടയ്ക്ക് നല്ലൊരു കാര്യം. മറ്റേതങ്ങനെയല്ല, രാഹുൽ ഗാന്ധി ഇതെന്തോ മഹാകാര്യമാണെന്നുള്ള മറ്റിൽ കാണിച്ച ക്ലിപ്പ് ഗോപാലകൃഷ്ണൻ്റെ ക്ലിപ്പാണ്. ഇപ്പം ലോകം മുഴുവൻ കാണുമ്പോൾ വടക്കൊക്കെ ഉള്ളൊരു ആരാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അവർ അന്വേഷിക്കുന്നത്. ഞാൻ ഡൽഹിയിൽ ഒരാളെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ. ആപ്കാ ദോസ്തേ, ഞാൻ കൊള്ളാം. അങ്ങനെ അപ്പോൾ അങ്ങനെ അത്രയും ബഹളം വെച്ച സാധനം ഇപ്പോൾ എവിടെ? SIR ബഹളം വയ്ക്കുന്നു. SIR കേരളത്തിൽ കഴിഞ്ഞില്ലേ? ഒരു പ്രശ്നം അടിപിടി ഉണ്ടായില്ലല്ലോ. പിന്നെ എന്തൊരു കേരളവും പോയിരുന്നു SIRന്. സുപ്രീം കോടതിയിൽ പോയിരുന്നു, വക്കീലന്മാർക്ക് കാശ് കൊടുത്തു. എന്നിട്ട് എന്ത് സാധിച്ചു എന്ന് എനിക്കറിയില്ല. ഇവിടെ SIR നടന്നു കഴിഞ്ഞു. എത്രയോ സ്ഥലത്ത് SIR. ഇപ്പോൾ ബംഗാളിൽ ഇപ്പോൾ അവസാനം സുപ്രീം കോടതി രണ്ടും കൽപ്പിച്ച് പറഞ്ഞു ഒരു കാര്യം, SIR ക്യാൻസൽ ചെയ്യും എന്ന് ആരും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ. ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഇവിടെ വക്കീലന്മാരെ എണീറ്റ് നിൽക്കേണ്ട, ഞങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല. അത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പവറിലുള്ളതാണ്, അവരുടെ ഡ്യൂട്ടിയിലുള്ളതാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനത്തോട് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യരുതെന്ന് പറയാൻ പറ്റുമോ? നാളെ സുപ്രീം കോടതിക്ക് പ്രസിഡന്റ് നിർദ്ദേശം കൊടുക്കുകയാണ്, ഒരു കേസ് നിങ്ങൾ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെയൊക്കെ ഓർഡർ ഇറക്കാൻ പറ്റുമോ? അതുകൊണ്ട് അത് പറ്റില്ല. അത്ഭുതം അതല്ല, ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരി താഴ്ത്തിട്ടു. അത് കഴിഞ്ഞു. എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയമാണ് NDA കിട്ടിയത്. എന്നാൽ അത് വെച്ച് വീണ്ടും പറയേണ്ടതായിരുന്നു, പക്ഷേ അത് പറയുന്നുമില്ല. അതൊട്ട് ആ വിഷയം പുള്ളി അങ്ങ് വിട്ടത്. അത് ക്ലിക്കായില്ല, അത് വിട്, അടുത്തത് എന്തെങ്കിലും എടുക്കുക പാര. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നരവണയുടെ പുസ്തകം അത് വെച്ച് പെൻഗിൻ ഇന്നലെ ഇറക്കി. അങ്ങനെ ഒരു പുസ്തകം ഞങ്ങൾ ഒരെണ്ണം പോലും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പെൻഗിൻ ഇന്നലെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യണ്ടേ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് വെച്ചിട്ട്? അങ്ങേരെ ഒരു പുസ്തകം കൊണ്ടുപോകണം. അത് ഞാനും കണ്ടതാണ് TV ഒരു അച്ചടിച്ച പുസ്തകം. മറ്റേ കാരവൻ മാഗസിൻ അകത്ത് കാണിച്ചത് പോട്ടെ, ഇത് അച്ചടിച്ച പുസ്തകം അങ്ങനെ കാണിച്ചു, അങ്ങനെ തുറന്ന് അതിനകത്തുനിന്ന് വായിച്ചു പത്രക്കാരുടെ മുമ്പിൽ. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് പെൻഗ്വിൻ, 1-2 പേര് TV പറയുകവരെ ചെയ്തു, പെൻഗ്വിൻ ഈ പുസ്തകം അച്ചടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഡിഫൻസ് മിനിസ്ട്രിയുടെ സാങ്ഷൻ കിട്ടിയാൽ ആ നിമിഷം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും സാധനം വരും. ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്നൊരു കോപ്പി എങ്ങനെയോ രാഹുൽ ഗാന്ധി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ആൾക്കാർ ന്യായം പറയുന്നത്. ഇപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ടേ ഇല്ല. പെൻഗ്വിൻ്റെ ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ല, ഞങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ സോഫ്റ്റ് കോപ്പിയും സ്പ്രെഡ് ചെയ്തിട്ടില്ല. ബട്ട് സോഫ്റ്റ് കോപ്പി ഇഷ്ടം പോലെ സ്പ്രെഡായി, ഭീകരമായിട്ട് സ്പ്രെഡായി ഈ പുസ്തകത്തിൻ്റെ. അത് സത്യമാണ്. സോഫ്റ്റ് കോപ്പി ഉള്ള ആളുകളെ എനിക്കറിയാം. എന്നോട് വേണമെന്ന് ചോദിച്ചു, ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. അത് ഈ കേസൊക്കെ ആവുന്നതിന് മുമ്പാണ് കേട്ടോ. ഈ വിവാദം തുടങ്ങിയ ദിവസം എന്നോട് ചോദിച്ചു, വേണോ ആ പുസ്തകം, അതിൻ്റെ PDF ഉണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനതിൽ തലവയ്ക്കുന്നില്ല, അങ്ങേരെ എന്ത് വേണം എഴുതിക്കോട്ടെ. കാരണം ഇത്രയ്ക്ക് ഉള്ളൂ ആ സാധനം. എന്താ ഇത്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഉചിതമായത് ചെയ്യാൻ പറഞ്ഞു. ഈ വാക്കാണല്ലോ ഉചിത്, ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്തോ തെറ്റില്ല. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഈ ഇത്രയും ഹീനമായൊരു ആക്രമണം പ്രധാനമന്ത്രിക്കെതിരെ അവർ പ്ലാൻ ചെയ്തതായിരുന്നു. എന്നാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫിനെ വെച്ച് ഇപ്പോൾ 4:52 8 മിനിറ്റ് ഇപ്പം ധാരാളമാണ് സെക്യൂരിറ്റി അവിടെ അറേഞ്ച് ചെയ്യാനായിട്ട്. ലോക്സഭയിൽ സെക്യൂരിറ്റി കൊടുത്തിട്ട് പ്രൈം മിനിസ്റ്ററെ കൊണ്ട് പ്രസംഗിപ്പിക്കുക. ഭരണകക്ഷി ബെഞ്ചിലേക്ക് ഓപ്പോസിഷൻ ബെഞ്ചിൽ നിന്ന് ഇവർ ഓടി എത്തണമെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും. അതിനുള്ളിൽ ഇവരെ വഴിയിൽ വെച്ച് തന്നെ തടയാൻ പറ്റും. അങ്ങനെ അവർക്ക് ഓടിക്കയറിയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു.
അപ്പോൾ സ്പീക്കർ ഒരു പക്ഷേ തീരുമാനിച്ചു അത്രയും കടുപ്പപ്പെട്ട അവർക്കോ ബോധമില്ല, നമ്മളും അതുപോലെ ചെയ്യണ്ട എന്ന് വിചാരിച്ചായിരിക്കും അത് മാറ്റിവെച്ചത്. ഏതായാലും ആ ഇഷ്യൂ ഡിഫ്യൂസായി, ബട്ട് ആ ടെൻഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു രണ്ട് കൂട്ടരും തമ്മിൽ. ഈ നേരത്തെ തന്നെ ഒരു പ്രാവശ്യം രാഹുൽ ഗാന്ധി പോയി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കാൻ പോയി, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു ബുദ്ധിയിൽ നിന്നായിരിക്കും ഇതും കൂടെ വന്നേക്കുന്നത്. ഞാൻ അതിന് മുമ്പ് ഈ പറഞ്ഞ ഈ കെട്ടിപ്പിടിച്ച സംഭവത്തിന് മുമ്പ് ദേവഗൗഡയോ അതോ ഗുജറാളോ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ശരദ് യാദവ് മരിച്ചുപോയി, അദ്ദേഹം ജനതാദൾ യുണൈറ്റഡിൻ്റെ. ശരദ് യാദവ് ഒരു തവണ ട്രഷറി ബെഞ്ചിലേക്ക് പോയിട്ട് മന്ത്രിയുടെ കയ്യിൽ നിന്ന് ബില്ല് വാങ്ങിച്ച് കീറിക്കളഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഓർമ്മയിൽ ഏക സംഭവം, ഓപ്പോസിഷൻ ബെഞ്ചിൽ നിന്ന് ട്രഷറി ബെഞ്ചിലേക്ക് ഒരാൾ വന്ന സംഭവം. പിന്നെ ഞാൻ കാണുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ കോമാളിത്തരമാണ്, മോദിയെ വന്ന് കെട്ടിപ്പിടിച്ചതാണ്. അല്ലാതെ സാധാരണയിൽ ബെഞ്ച് ഫ്ലോർ ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഭാഗത്തേക്ക് ആരും പോകാറില്ല. അപ്പോൾ തങ്ങളുടെ സ്പേസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നതല്ലാതെ അങ്ങോട്ട് പോകാറില്ല. അസംബ്ലിയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ കേരള അസംബ്ലിയിൽ ശിവൻകുട്ടി പിന്നെ അത് അന്ന് ആണും പെണ്ണും പോലും തിരിച്ചറിയാൻ മേലാതെ ആകെ വലിയ ബഹളമായിരുന്നില്ല. അത് ചെയ്തിട്ടുണ്ട്. ലോക്സഭ കുറച്ചുകൂടെ അന്തസ്സ് കാണിക്കാമായിരുന്നു കോൺഗ്രസ്സിന്. പക്ഷേ ഇതിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഒരു മൂന്നാമത്തെ മോദി സർക്കാരോട് വന്നപ്പോഴേക്കും ഫ്രസ്ട്രേഷൻ്റെ അങ്ങേ അറ്റത്തെത്തി എന്നുള്ളതാണോ ഇത് കാണിക്കുന്നത്? കാര്യം ഇത്രയുമൊക്കെ ചിന്തിക്കാന്ന് സംശയം എന്താ? സംശയം കാരണം ഒരാക്രമണവും ഒന്നും ഏൽക്കുന്നില്ല. മാത്രമല്ല ഇത്തവണ ഭൂരിപക്ഷം ഇല്ലാത്ത മോദി ഭൂരിപക്ഷമുള്ള മോദിയേക്കാളും ആത്മവിശ്വാസത്തോടെ കാണപ്പെടുന്നു. സാധാരണ ഒന്ന് ഹാങ്ങിങ് ഷോൾഡേഴ്സ് ഇങ്ങനെ ആകണമല്ലോ ഭൂരിപക്ഷം ഇല്ലാതെ വരുമ്പോൾ. ഒന്നുമില്ല, പഴയതിലും ഗംഭീരമായിട്ട് നെഞ്ചു വിരിച്ച് നടക്കുന്നു, അതുപോലെ റൂത്ത്ലെസ്സായിട്ട് ഡിസിഷൻ എടുക്കുന്നു, ആരും ചോദിക്കുന്നില്ല. JDU പിന്തുണ പിൻവലിക്കുന്നൊക്കെ വിചാരിച്ചു. കേരളത്തിൽ മീഡിയ ആഘോഷമായിരുന്നു. JDU അത് ചെയ്യും, JDU ഇത് ചെയ്യും, ചന്ദ്രബാബു നായിഡു അങ്ങനെ ചെയ്യും. രണ്ടുപേരുടെ പേര് പോലും ഇപ്പോൾ ഇവർ സംസാരിക്കുന്നില്ല. ഒന്നും നടക്കുന്നില്ല. അപ്പം അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർച്ചയായിട്ടും ഉണ്ട്.